നമസ്കാരം, അമൃതാണ്. ആം കോർട്ടെക്സ് ആം, അജയൻ്റെ രണ്ടാം മോഷണം. ഡയറക്ടർ ജിതിൻ ലാൽ, റൈറ്റേഴ്സ് സുജിത് നമ്പ്യാർ, വിനയ് യലമാർത്തി. നീണ്ട താരനിര തന്നെ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരുപാട് അവകാശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയായിരുന്നത്. ഒരുപാട് നാളുകളായിട്ട് തിയേറ്ററിൽ ഇങ്ങനെ ആഡ് പോകുന്നുണ്ടായിരുന്നു എന്നുള്ളതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് വലിയൊരു തള്ളി മറിക്കലും ഒന്നും ഇല്ലാതെ വന്ന സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും സിനിമയുടെ ആ ഒരു മേക്കിംഗ്, അതിൻ്റെ ആ ഒരു ഇൻട്രോ പറയുന്നത് തന്നെ ലാലേട്ടൻ്റെ ഒരു നറേഷനിലാണ് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ മുതൽ സിനിമയ്ക്ക് ഒരു എനർജി ഉണ്ട്. ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മേക്കിംഗ് പ്രോസസ് ആയിരുന്നാലും എല്ലാത്തിലും ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സിനിമയായിട്ട് തോന്നിയില്ല. 3Dയിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും 3D മൂവിക്കകത്ത് വരുന്ന കുറച്ച് ഇമ്മേഴ്സീവ് വിഷ്വൽ എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കണ്ടിടത്തോളം ഫീൽ ചെയ്തത്. ഇൻട്രോ കഴിഞ്ഞ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് സീക്വൻസുകളിലൊക്കെ ആ ഒരു 3D എഫക്റ്റും കൂടെ നമുക്ക് എക്സ്പീരിയൻസ്, 3Dയുടെ ആ ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടത്തക്ക വിധത്തിലുള്ള കുറേ ഫ്രെയിംസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടത് VFX ആണെങ്കിൽ പോലും വളരെ ഒരു അണ്ടർ റേറ്റഡ് VFX ആയിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ അത്യാവശ്യം ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലുള്ള ഒരു VFX ക്വാളിറ്റി അതിനകത്തുണ്ടായിരുന്നു. ദാറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഓഡിയനായിരുന്നാലും അതുപോലെ LJP മൂവി, അതിനകത്തായിരുന്നാലും ഇതെല്ലാം ഒരു അമർ ചിത്രകഥ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കഥയെ വിഷ്വലി ട്രീറ്റ് ചെയ്തതാണെന്നുള്ളത് അവകാശപ്പെട്ട സിനിമകളായിരുന്നു. പക്ഷേ ഈ സിനിമ അത് അവകാശപ്പെടേണ്ട, ഈ സിനിമ അതാണ്. അവിടെയാണ് ഈ സിനിമയുടെ വിജയം. പഴയ കാലഘട്ടങ്ങളായിരുന്നാലും അതൊക്കെ നന്നായിട്ട് അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് 3Dയിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഈ സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് തിരക്കഥ തന്നെയാണ്. പക്ഷെ തിരക്കഥയോടൊപ്പം തന്നെ ആ ഒരു ആക്ടറുടെ ഇൻവോൾവ്മെന്റ്. ഇതിൽ 3 കഥാപാത്രങ്ങളായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ 3 കഥാപാത്രങ്ങൾ ഒന്നിനൊന്ന് വേറിട്ട രീതിയിലാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതിൽ ഒരു കഥാപാത്രം, മണിയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ശരിക്കും ടോവിനെ തന്നെയെന്ന് നമുക്ക് തോന്നിപ്പോ. അത്രയ്ക്ക് മാനറിസം ആയിരുന്നാലും, മേക്കപ്പിന്റെ ഒരു എഫക്റ്റ് ആയിരുന്നാലും, ആ ബോഡി ലാംഗ്വേജ് ആയിരുന്നാലും, എല്ലാം മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് അങ്ങനെ നിറഞ്ഞാടിയിട്ടുണ്ട് ടോവിനോ. അതാണ് എൻ്റെ ഹൈലൈറ്റ്. പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് മെർജ് ആകുമ്പോഴത്തേക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എലിമെന്റ്സ് ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സ്, അതുപോലെ സിനിമാറ്റോഗ്രാഫി, കട്ട്സ്, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഒരുപോലെ നെക്കായിട്ട് സിനിമയോട് നീതി പുലർത്തുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റിനോട് നീതി പുലർത്തുമ്പോൾ കിട്ടുന്ന ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു വിഷ്വൽ അപ്പീലുണ്ട്. അത് ഗ്രാൻഡ് ആയിരുന്നു. VFXന്റെ ഇതായിരുന്നാലും, ഫൈറ്റ് സീക്വൻസുകൾ ചെയ്തിരിക്കുന്നതായിരുന്നാലും, അവിടെ ഒന്നും വലിയ VFX ട്രീറ്റ്മെന്റ് അല്ല, വളരെ ക്ലോസ് റേഞ്ച് ഷോട്ട്സ്. അതാണ് എനിക്ക് ശരിക്കും ഇതിന്റെ ഒരു വിഷ്വൽ ഒരു പോർട്രേയിങ്ങിൽ എനിക്ക് വളരെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു ഫീല് കിട്ടിയത്. അതായത് ലോങ് റേഞ്ച് ഷോട്ട്സ്, ഈ 3Dയിൽ വരുമ്പോഴത്തേക്ക് ലോങ് റേഞ്ച് ഷോട്ട്സിലാണ്, അതായത് ലോങ് റേഞ്ച് എന്ന് ഉദ്ദേശിച്ചത് വളരെ വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഒരു ഷോട്ട് കാണിക്കുന്ന സമയത്താണ് ഈ മനുഷ്യരൊക്കെ വളരെ കുഞ്ഞായി പോണത്. അത് നമ്മൾ ഹോളിവുഡ് മൂവീസ് എടുത്താലും അങ്ങനെയുള്ളൊരു അപാകത നമുക്ക് മനസ്സിലാവും. മാർവലിന്റെ വക്കാൻഡ ഫോറെവർ എന്ന് പറയുന്ന മൂവിക്കകത്ത് പോലും ഈ ലോങ് വൈഡ് ആംഗിൾ വ്യൂ വരുന്ന സമയത്ത് ഇവർ വളരെ കുഞ്ഞു മനുഷ്യരായിട്ട് അങ്ങോട്ട് മാറും. അപ്പം അതൊരു വിഷ്വൽ ക്വാളിറ്റി കിട്ടത്തില്ല. ഇതിനകത്ത് അങ്ങനെയുള്ള ഷോട്ട്സ് അത്രയും മിനിയേച്ചറായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ ശരിക്കും അവിടെ VFXും കൂടെ മെർജ്ഡ് ആയിട്ടുള്ള ഷോട്ട്സിൽ പോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരുപാട് കാലത്തെ വർക്ക്, ഒരുപാട് അധ്വാനത്തിന്റെ ഫലമാണ്, വെറുതെ തള്ളു മാത്രമല്ല. അപ്പോൾ അത് ശരിക്കും ഇതിന്റെ പിന്നിലുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ, അവരെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഫൈറ്റ്സ് എല്ലാം സൂപ്പർബായിരുന്നു. കാരണം ഒരുപാട് ഭയങ്കര സംഭവമാക്കി ചെയ്തിരിക്കുകയല്ല, എങ്കിലും ആ മൊമെന്റിൽ വേണ്ടുന്ന ഒരു അപ്പീല് അത് നന്നായിട്ട് ആ ഫൈറ്റ് സീക്വൻസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ആകുമ്പോഴാണ് ഒരു സീൻ അങ്ങോട്ട് എലിവേറ്റ് ആവുന്നത്. പുതിയ മ്യൂസിക് ഡയറക്ടറാണ്, അങ്ങനെ കേട്ടിട്ടുള്ളൊരു പേരൊന്നും അല്ല. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൊരു ഓഡിയോ സ്കോറൊന്നും അല്ലത്. പിന്നെ ഓഫ്കോഴ്സ് രാധാകൃഷ്ണൻ്റെയൊക്കെ സൗണ്ട് മിക്സിങ്ങും സൗണ്ട് ഡിസൈൻ ഏരിയയിലൊക്കെ എക്സ്പേർട്സ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഓഡിയോ ക്വാളിറ്റിയും നന്നായിട്ട് അറിയാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമേ ഒരു ചെറിയ നിരാശ തോന്നിയത് ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഡ്രീംസ് തിയേറ്ററിൽ ഏറ്റവും ഫ്രണ്ടിലാണ് വന്നിരുന്ന് കാണേണ്ടി വന്നത്. അപ്പോൾ ഫ്രണ്ടിൽ മീൻസ് ഒരു സെക്കൻഡ് റോ ഓർ തേർഡ് റോ ആയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് വലിയ സ്ക്രീനിൽ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, തിയേറ്റർ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും ആ ഫ്രണ്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരു വ്യൂവിങ് ആംഗിൾ അത്രത്തോളം ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. പിന്നെ അവിടെയൊക്കെ ഈ ഒരു 2Dയിൽ എടുത്തിട്ട് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ 3 ഡയമെൻഷനായിട്ടുള്ള ഒരു ലെയർ, ചിലതിലൊക്കെ അത് ലെയറായിട്ട് കാണാമായിരുന്നു. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു കൺവേർഷനിൽ വന്ന ഡിഫക്റ്റ് ആയിരിക്കാം. അതിന് തിയേറ്ററിൻ്റെ വല്ല പ്രശ്നമാണെന്ന് അറിയത്തില്ല. എന്തായാലും അത്തരത്തിലുള്ള കുറച്ചൊരു ന്യൂസൻസ് ഉണ്ടായിരുന്നു.
പിന്നെ വ്യൂവിങ് ആംഗിൾ കൊണ്ട് വന്ന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം വ്യൂവിങ് ആംഗിൾ വെച്ച് അത് അങ്ങനെ കാണാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഐവെയറും കൂടെ വെച്ചിട്ടാണല്ലോ ഇത് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് ഡിഫക്ട്സ് ഒക്കെ ഫീൽ ചെയ്തു. കാരണം സൂം ചെയ്ത് കാണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ബ്ലേഡായിട്ട് കാണുന്ന കണക്കൊക്കെ തോന്നി. അപ്പം അത്തരത്തിലുള്ള കുറച്ച് കൊച്ചു പ്രശ്നങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമ വേറെ ലെവലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുള്ളൊരു ചിത്രം തന്നെയാണ്. പിന്നെ ടോവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് പറയാവുന്ന സിനിമ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ, ഓരോരോ കഥാപാത്രങ്ങളായിട്ട് അദ്ദേഹത്തിനെ വേറിട്ട് നിർത്തിയിട്ടുണ്ട്. സിനിമ അത്തരത്തിലൊരു വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയി പല കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിലൊക്കെ വളരെ 100% വിജയിച്ചൊരു സിനിമ എന്നുള്ള നിലയിൽ തന്നെ ഞാൻ ഈ ഒരു സിനിമയ്ക്ക് ഔട്ട് ഓഫ് 10 IMDbയിൽ 10 എന്ന് റേറ്റ് ചെയ്യുന്നു. പിന്നെ പാട്ടുകളൊക്കെ നല്ല രസമുള്ളൊരു പാട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് സ്കോർ ചെയ്തിരിക്കുന്നതായിരുന്നാലും അത് വിഷ്വൽ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയായിരുന്നാലും പിന്നെ കളർ ടോൺ, അമർ ചിത്രകഥയോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നമ്മൾ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന പോലുള്ളൊരു കളർ ടോൺ പിടിച്ചപ്പോഴത്തേക്ക് ആ ഒരു അതിനകത്തുള്ള അപാകതകളെല്ലാം കളർ ടോണിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഒരു ഫാൻറ്റസി വേൾഡ് തന്നെ നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ഇംപ്രിന്റ് ചെയ്ത് കണക്കിരിക്കുന്ന രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓണം ഹിറ്റ് ആരടിക്കും എന്നുള്ളതിൻ്റെ ഒരു മത്സരത്തിലാണ് ഇന്ന് ആന്റണി വർഗീസ് പെപ്പെ, എൻ്റെ നാട്ടുകാരനായിട്ടുള്ള അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത കൊണ്ടലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫെസ്റ്റീവ് സിനിമ ആര് തൂക്കും എന്നുള്ളത് അത് കണ്ടിട്ട് പറയാം. അല്ലെങ്കിൽ മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.